ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ എപ്പോഴും കാണുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പർക്കമുള്ള ആൾക്കാരായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഞാൻ മീൻ വിറ്റിട്ട് വന്ന് പൈസ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഇവൻ എന്നെ ചീത്ത വിളിച്ച്, ഞാനും തിരിച്ച് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവൻ ബുള്ളറ്റുമായിട്ട് വണ്ടിയുടെ ബാക്കിൽ നിന്ന് പേഴുമൂട് വരെ വന്ന് ഒരു പട്ടി ലേഷനോട്ട് അടിക്കാൻ വന്നു. അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ പിടിച്ചു മാറ്റി വിട്ട് വീണ്ടും ചിത്ര വെച്ചിട്ട് ബാങ്കിൻ്റെ അപ്പുറത്തൊരു വിഷയമായി. അപ്പോഴും പോലീസുകാർ വന്ന് രണ്ടുപേരെ രണ്ട് വഴിക്ക് പറഞ്ഞു വിട്ട് ഞാൻ വണ്ടി കൊണ്ടുവന്ന് ഒതുക്കി വീട്ടിൽ കയറി ഷർട്ട് ഊരിയിട്ട് ഒരു കട്ടൻ ചായ കുടിക്കാനായിട്ട് ആ പടിയിൽ ഇരിക്കുന്ന സമയത്താണ് ഇവൻ്റെ ഭാര്യ തൊഴിലുറപ്പിനൊക്കെ കൊണ്ടുവന്നൊരു നമ്മൾ കാട് വെട്ടുന്ന കണക്കൊരു കത്തിയായിരുന്നു. ഞാനിത് കാണുന്നില്ല. ആദ്യത്തെ വെട്ടിയപ്പോഴത്തേക്ക് ഇവർ കാണുന്നുണ്ട്, ഇവർ വൈഫുണ്ട്, എൻ്റെ ഒരു സഹോദരിയുണ്ട്, ഇവരെന്നെ പിടിച്ച് മാറ്റുന്നു. രണ്ടാമത്തെ വെട്ടിയപ്പോഴത്തേക്ക് അത് പെങ്ങൾ കയറി പിടിച്ച് അവളെ കൈക്ക് 4 സ്റ്റിച്ച് കൊടുത്തുണ്ട്. വീട്ടിൽ കയറി ആക്രമിച്ചാണ് രാത്രിയിൽ. കൊല്ലം ചിതറയിൽ വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചതായി പരാതി. ചിതറ വയലിക്കട നിസ ഹൗസിൽ രതീഷിന്റെ സഹോദരി ഷീനയ്ക്കാണ് കൈക്ക് വെട്ടേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 9:45 സമീപവാസിയായ സജീവ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവരെ വീട് കയറി ആക്രമിച്ചത്. അടുക്കളയിൽ ഇരിക്കുകയായിരുന്ന രതീഷിനെയായിരുന്നു ആക്രമിച്ചത്. ഇതിനിടയിൽ തടസ്സം നിന്ന സഹോദരിക്കാണ് വെട്ടേറ്റത്. വെള്ളിയാഴ്ച ചിതറയിൽ വെച്ച് സജീവും രതീഷും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് വീട്ടിൽ കയറി ആക്രമണത്തിൽ കലാശിച്ചത്. കൈക്ക് പരിക്കേറ്റ ഷീനയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രതീഷ് ചിതറ പോലീസിൽ പരാതി നൽകി. ചിതറ പോലീസ് രാത്രി ഇവിടെ വന്ന് അതിനുശേഷമാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. പോയിട്ട് ഞാൻ 2:30 മണിയായി ഇവിടെ വീട്ടിൽ എത്തിയപ്പോൾ. അത് കഴിഞ്ഞ് എനിക്ക് ഈ വണ്ടി പോലും കഴിയിട്ടില്ല. സ്വീകരിച്ചിട്ടുണ്ട്. ഈ മൊബൈൽ ഇവിടെ ഇരുന്നത്, ഇതാണ് മൊബൈൽ ഇവിടെ ഇരിക്കുകയാണ്. ഇത് ഇവള് അവിടെ ഇറങ്ങി വണ്ടി അടിയായിരുന്നു.